Welcome back to yet another wonderful episode of Pennadaga. This is me, Lakshmi, here. Today I am here because നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് എഗെയിൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് എഗെയിൻ ഇൻട്രസ്റ്റ് ഉള്ള മേക്കപ്പ് ഒന്നും ഒരുപാട് ചെയ്യാത്ത ആൾക്കാരായാലും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് സ്കിൻ കെയർ. പലർക്കും സ്കിന്നിനെ കുറിച്ച് അറിയാനും സ്കിന്നിൻ്റെ ഓരോരോ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിയാൻ വളരെ വളരെ ഇഷ്ടമാണ്. സ്കിന്നിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സ്കിൻ കെയർ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്കിൻ കെയർ റിലേറ്റഡ് ആണ്. സ്കിൻ കെയർ എന്ന് പറഞ്ഞൊരു സംഭവം പലർക്കും എന്തുവരെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കാരണം സ്കിൻ തന്നെ ഒരു ഓർഗനാണ്. അതിനെ പല പല രീതിയിലാണ് ബ്രാൻഡ്സ് പല പല പ്രോഡക്ട്സ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. സ്കിന്നിൻ്റെ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾക്ക് ചേരുന്ന പ്രോഡക്റ്റ് വേറൊരാൾക്ക് ചേരില്ല സ്കിൻ കെയറിൽ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ കൂട്ടുകാരിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേറ്റീവോ പറഞ്ഞു അത് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചേരുന്ന സാധനം ചിലപ്പോൾ എനിക്ക് ചേർന്നൊന്നും വരില്ല. കാരണം നമ്മുടെ സ്കിൻ ഒരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ചെയ്യുന്ന ഓരോ സെക്കൻഡും ഫങ്ഷൻ ചെയ്യുന്ന ഒരു ആബ്സല്യൂട്ട്ലി ലാർജ് ഓർഗനാണ്. അതിൻ്റേതായ വളരെ ഇൻ്റലിജൻ്റ് ഓർഗനാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്കിന്നിന് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ സ്കിൻ എന്താണ്, ആ സ്കിന്നിൻ്റെ കൺസേൺസ് എന്താണ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് ആദ്യം നിങ്ങൾ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂസ് എന്താണെന്ന്, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനാണ് ഇഷ്യൂ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, ചില ആൾക്കാർക്ക് ഡ്രൈനെസ് ആണ്, ചിലർക്ക് ആൻറ്റി ഏജിങ് ആണ്, ചിലർക്ക് ആക്നിയാണ്, ചിലർക്ക് ഫുൾ ഓഫ് ബ്ലാക്ക് ഹെഡ്സ് ആണ്. പല 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 ഇഷ്യൂസാണ് സ്കിന്നിനുള്ളത്. ആ സ്കിൻ ഇഷ്യൂസാണ് എന്താണ് സ്കിൻ ഇഷ്യൂ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യണോ, ആൻറ്റി ഏജിങ് നോക്കണോ, അപ്പോൾ ആ ബേസിൽ വേണം നിങ്ങൾ സ്കിൻ കെയർ റുട്ടീൻ സ്കിൻ ടൈപ്പ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഫോർമുലേറ്റ് ചെയ്ത് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണയായിട്ട് ചെയ്യുന്ന സ്കിൻ കെയറിൻ്റെ മിസ്റ്റേക്സ് ആണ്. ഫസ്റ്റ് സ്കിൻ കെയറിൻ്റെ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ ക്ലീൻ ചെയ്യാറില്ല. എൻ്റെ ഫോൺ ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ വിരലുകൊണ്ട് തൊടുന്ന ഒരു സാധനമാണ് എൻ്റെ ഫോൺ. അതുപോലെ തന്നെ മുഖത്ത് ഇങ്ങനെ എടുത്ത് ഫോൺ വെക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ തന്നെ പലപ്പോഴും സ്കിന്നിലുള്ള ബാക്ടീരിയ മുഴുവൻ എൻ്റെ ഈ ഫോണിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ സൈഡിലെ ബാക്ടീരിയ എടുത്തിട്ട് ഞാൻ ഈ സൈഡിൽ വെക്കും. അപ്പോൾ എന്ത് പറ്റും, എഗെയിൻ ബാക്ടീരിയ എൻ്റെ ഈ കവളിൽ ചെന്ന് പതിയും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വെക്കും, കൈയിൻ്റെ ഒക്കെ ഫിഡിൽ ചെയ്യും, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വെക്കും, അടുക്കളയുടെ അവിടെ വെക്കും. പിന്നെ പല ആൾക്കാരും ബാത്റൂമിൽ പോകുന്നവരുണ്ട് ഫോൺ വെച്ചിട്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പല ആൾക്കാരും മറക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഇടയ്ക്ക് തുടക്കില്ല. ആൻറ്റി ബാക്ടീരിയൽ വൈപ്സ് അല്ലെങ്കിൽ സാനിറ്റൈസേഴ്സ് വെച്ച് തുടച്ചില്ലെങ്കിൽ പിമ്പിൾസ് ഉള്ള കുട്ടികൾക്ക് പിമ്പിൾസ് കൂടും. അപ്പോൾ സ്കിൻ കെയർ വയ്ക്കുമ്പോൾ ഫോൺ തുടയ്ക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പല കുട്ടികൾക്കും എസ്പെഷ്യലി ടീനേജേഴ്സ് കുട്ടികൾക്ക് ഒരുപാട് കവളുടെ സൈഡിൽ ഇങ്ങനെ പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഫോൺ ക്ലീൻ അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും വരുന്നത്. ഈ സൈഡിൽ ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഫോൺ എടുത്തിട്ട് ഈ സൈഡിൽ വെക്കും. അപ്പം ഈ സൈഡിലുള്ള ബാക്ടീരിയ ഫോണിൽ പതിയുന്നത് ഈ സൈഡിൽ കൂടെ വരുമ്പോഴാണ് ആക്നി ചീക്സിൽ പതിയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പില്ലോ കേസസ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പില്ലോ കേസസ് റെഗുലർ ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതും സ്കിൻ കെയറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് ആണ് ചേഞ്ചിങ് യുവർ പില്ലോ കേസസ് ആസ് ഓഫൻ ആസ് പോസിബിൾ. മേക്കപ്പ് ഇടുന്ന കുട്ടികൾക്ക് വളരെയധികം മടിയാണ്. ഈ മേക്കപ്പ് റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ഇത്രയും മടിയുള്ളൊരു കാര്യം വേറെ ഇല്ല. അങ്ങനെയാണ് പലപ്പോഴും എന്താ പറ്റുന്ന കുട്ടികൾ വലിയ ഫുൾ നൈറ്റ് പാർട്ടിയോ അല്ലെങ്കിൽ യു ഹാഡ് എ ഹോൾ ഡേ ഓഫ് വർക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയോടെ ബെഡിൽ കിടന്ന് ഉറങ്ങും. അറിയാത്തൊരു കാര്യം ചോദിച്ചാൽ മേക്കപ്പ് റിമൂവ് ചെയ്തില്ലെങ്കിൽ സ്കിന്നിൻ്റെ റിപ്ലനിഷിങ് ഓഫ് ന്യൂ സെൽസ് നടക്കില്ല. ഇറ്റ് ആക്ച്വലി ക്രിയേറ്റ്സ് സ്റ്റോപ്പ് ചെയ്യും. രാത്രി കിടക്കുമ്പോഴാണ് സ്കിന്നിന് ബ്രീത് ചെയ്യുന്നത്. ഈ ബ്രീത് ചെയ്യുന്ന സമയത്ത് ഈ സൈക്കിൾ ടു ക്രിയേറ്റ് ന്യൂ സെൽസ് ഇൻഡ്യൂസ് കൊളാജൻ പ്രൊഡക്ഷൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത്. മേക്കപ്പ് ഇടുമ്പോൾ ആ ഒരു കോട്ടിംഗ് ആണ്, ഒരു തടസ്സമാണ് അതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാണ്ട് കിടന്നുറങ്ങി. ഇതിന് മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാണ്ട് കിടന്നുറങ്ങാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. എത്ര തിരക്കായാലും എത്ര ലേറ്റ് ആയിട്ട് വന്നാലും എത്ര ബിസി ഷെഡ്യൂളുള്ള ആളായാലും ഡെഫിനറ്റ്ലി റിമൂവ് യുവർ മേക്കപ്പ്. ഡോണ്ട് സ്ലീപ്പ് വിതൗട്ട് റിമൂവിങ് യുവർ മേക്കപ്പ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ തേർഡ് സ്കിൻ കെയർ മിസ്റ്റേക്ക് ടു അവോയ്ഡ് എന്ന് പറയുന്നത് രാത്രികളിൽ മോയ്സ്ചറൈസ് ചെയ്യാണ്ട് കിടക്കുന്നതാണ്. പലപ്പോഴും കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, മാം ഞാൻ രാത്രി കിടക്കുമ്പോൾ ഞാൻ ഒന്നും മുഖത്ത് ഇടാറില്ല എന്നുള്ളത്. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. കാരണം രാത്രി ഇരിക്കുമ്പോഴാണ് സെൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ റിപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഇത് നമ്മുടെ സ്കിന്നിൽ നാച്ചുറലി പ്രസൻ്റ് ആയിട്ടുള്ള മോയ്സ്ചറിനെയും ഓയിൽസിനെയും യൂസ് ചെയ്തിട്ടാണ് പുതിയ സെൽസ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ വി ടെൻഡ് ടു ബിക്കം മോർ ആൻഡ് മോർ ഡ്രയർ. അപ്പം ഡ്രൈ ആകുമ്പം നമ്മുടെ സ്കിന്ന് ഓട്ടോമാറ്റിക്കലി ക്രാക്ക് ചെയ്യാൻ തുടങ്ങും ഇവൻച്വലി. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ രാത്രിയിൽ കുറച്ചും കൂടെ ഹെവിയർ നൈറ്റ് ക്രീംസ് ഇട്ട് അല്ലെങ്കിൽ ഓയിൽസ് ഇട്ട് സെല്ല് റിപ്ലനിഷ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുക. എന്നാൽ മാത്രമേ അത് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് ആ ഓയിൽ യൂസ് ചെയ്താൽ വരെ
നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആവാണ്ട് ആവശ്യത്തിന് നിങ്ങളുടെ സ്കിന്നിൽ വരെ നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടാവുള്ളൂ. സോ ഈവൻ ദോ യു സെൽസ് ഇങ്ങനെ റിപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ യു വിൽ ഹാവ് ഇനഫ് ടു മെയിൻറ്റെയിൻ ആൻഡ് സസ്റ്റെയിൻ യുവർ സ്കിൻ വിതൗട്ട് മേക്കിംഗ് ഇറ്റ് എക്സ്ട്രീംലി ഡ്രൈ. സോ സ്കിൻ കെയർ മിസ്റ്റേക്ക് ടു അവോയ്ഡ് എന്താണ്? ഡോണ്ട് ഫർഗെറ്റ് ടു അപ്ലൈ മോയ്സ്ചറൈസർ ഓർ ഓയിൽസ് അറ്റ് നൈറ്റ്. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, എനിക്ക് ഒരുപാട് കുട്ടികളുടെ നിന്ന് കേൾക്കുന്ന ഒരു ടിപ്പാണ്. എല്ലാവർക്കും സ്ക്രബ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഈ വാൾനട്ട്, ഏപ്രിക്കോട്ട് അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ സ്ക്രബ്സ് എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ ഉരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഡു ദാറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി യു ഷുഡൻ ഡു ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ്സ് അല്ലെങ്കിൽ എക്സ്ഫോലിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഉള്ള സാധനങ്ങൾ നമ്മൾ പറയുന്നത് സ്ക്രബ്സ് എന്നല്ല, സയൻറ്റിഫിക്കലി അതിന് പറയുന്നത് എക്സ്ഫോലിയേറ്റേഴ്സ് എന്നാണ്. ഈ എക്സ്ഫോലിയേറ്റേഴ്സ് നമ്മളിങ്ങനെ സ്ക്രബ് പോലെ ഫോർമാറ്റിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് നമ്മൾ ഫിസിക്കൽ എക്സ്ഫോലിയേറ്റേഴ്സ് എന്ന് പറയുന്നു. ഈ ഫിസിക്കൽ എക്സ്ഫോലിയേറ്റേഴ്സ് നമ്മൾ ഒരുപാട് ഹാർഷ്, ഗ്രിറ്റി ആൻഡ് ഗ്രെയിനി അങ്ങനെ ഭയങ്കര തെരുതെരിപ്പുള്ളതാണെങ്കിൽ അത് ശരിക്കും നിങ്ങളുടെ ഡെഡ് സെൽസ് കളയല്ല ചെയ്യുന്നത്. ഇൻഫാക്ട് അത് പോറുകയാണ് സ്കിന്നിന് ചെയ്യുന്നത്. ഇൻഫാക്ട് നമ്മൾ കുട്ടികൾ ചിലവർ ഡെയിലി യൂസ് ചെയ്യുന്ന സ്ക്രബ് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവോയ്ഡ് എക്സ്ഫോലിയേറ്റിംഗ് ടു മച്ച്. എല്ലാ ദിവസം ചെയ്യേണ്ട ഒരു സാധനമല്ല സ്ക്രബ്സ്. യു നീഡ് ടു യൂസ് ഇറ്റ് മാക്സിമം ട്വൈസ് എ വീക്ക്. അതിനേലും കൂടുതൽ ചെയ്യാൻ പാടില്ല. സെക്കൻഡ് കാര്യം, എക്സ്ഫോലിയേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്രിറ്റി ആൻഡ് ഗ്രെയിനി ആൻഡ് ഭയങ്കര തരിതരിപ്പുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് യൂസ് സംതിങ് വിച്ച് ഇസ് സട്ടിൽ, ലൈക്ക് ഭയങ്കര പൊടിച്ച അരിപ്പൊടി, ഓട്സ് ഇങ്ങനത്തെ സാധനമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ജെന്റ്ലി സ്ക്രബ് ചെയ്യുക. ഡോണ്ട് യൂസ് വെരി ഗ്രിറ്റി ആൻഡ് ഗ്രീനി സ്റ്റഫ്. മുട്ടിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എടുത്ത് മുഖത്തിട്ട് ഉരയ്ക്കരുത്. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒട്ടും എക്സ്ഫോലിയേറ്റ് ചെയ്യാണ്ടും ഇരിക്കരുത്, എന്നാൽ എക്സ്ഫോലിയേറ്റ് ഓവറും ചെയ്യരുത്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം, അതിനേലും കൂടുതൽ എക്സ്ഫോലിയേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. സോ ഈ ടിപ്സൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് ഇതുപോലെ സ്കിൻ കെയർ മിസ്റ്റേക്സ് ടു അവോയ്ഡ് എന്ന് പറഞ്ഞുള്ള ടിപ്സൊക്കെ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഇത് പലർക്കും സഹായിക്കുന്നതാണ്. നാളെ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകുമ്പോഴും അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീൻ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ വരെ നിങ്ങൾക്ക് സഹായിക്കുന്ന ടിപ്സാണ്. സോ ഇത് ശ്രദ്ധിക്കുക. കീപ് ദിസ് ഇൻ മൈൻഡ്, റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് റൈറ്റ് ടു us if you have any video suggestions. Until then, this is me, Lakshmi, signing off. I'll see you again next week yet again. Okay, take care.